അപ്പൊ ജാസിനെ പറ്റി ഹെലൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാം. സംഭവം ഉള്ളതാണോ ഇല്ലയോ എന്ന് പല ജനങ്ങൾക്കും പല അഭിപ്രായങ്ങളാണ് ഇതുവരെ വരുന്നത്. പക്ഷെ ഭൂരിപക്ഷം പേരും പറയുന്നത് മുറിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ചിലര് പറയുന്നു ഈ ഭാഗം വെച്ചുപിടിപ്പിക്കാൻ പോയതാണ് എന്ന് കരുതി ഇവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാര് ഈ പറയുന്ന രണ്ടുപേരെയും കൂട്ടം ചേർന്ന് ആക്രമിക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിനെതിരെ വീഡിയോ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം അങ്ങനെ തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. എന്ന് കരുതി ഇവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ സ്ത്രീനോട് ആരാ പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത്? ഞാൻ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ദാറ്റ് വി ആർ ഫ്രണ്ട്സ്? നോ, എന്റെ ഫ്രണ്ട് ഒന്നുമല്ല ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് സ്വാഭാവികമായിട്ടും നമുക്ക് മെസ്സേജ് അയക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്ന് വിചാരിച്ചു വി ആർ നോട്ട് ഫ്രണ്ട്സ്. ആൻഡ് ഇവൻ ദോ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ വെച്ചോളൂ. ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് കാണിച്ചു തരുന്നത്? ഞാനിപ്പോ ശരിയാണ്, നിങ്ങൾ സർജറി ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ എനക്കും ഒരു മണ്ണാൻ കെട്ടിയില്ല. നിങ്ങൾ അത് കാണിച്ചു തന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക്. അതൊക്കെ വളരെ വൃത്തികെട്ട പരിപാടിയാണ്. അത് ഇപ്പോഴും ഞാൻ പറയുന്നു. പിന്നെ ഈ പെണ്ണുങ്ങള് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ പുള്ളിക്കാരത്തിക്ക് അറിയാം കത്തി നിൽക്കുന്ന ടോപ്പിക് നമ്മുടെ വെച്ച് കെട്ടിയ സിലിക്കോൺ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിലിക്കോണിനെ കുറച്ച് പറ്റിയിട്ട് നൈസായിട്ട് സൈഡിട്ട് കൂടെ ഒന്ന് വാഴ നനയുമ്പം ചീരക്കും നനയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളുടെ പ്രായവും ഒന്നും അറിയില്ല. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടീംസിനെ ഒന്നും ബഹുമാനിക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെയും ബഹുമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇത്രയും വൃത്തികേടുകൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയുന്നത്? ജാസി ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ല. കാരണം റെമേ മെഡിസിറ്റിയില് ഡൗൺ സർജറി ഇല്ല. അപ്പൊ ഡൗൺ സർജറി കഴിയാത്ത ജാസി, അതായത് ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട്, അത് മുറിച്ചു കളഞ്ഞിട്ടില്ല. കാരണം അത് എന്നെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഓക്കെ, ഇനിയിപ്പം അതുകൊണ്ട് ഇവര് പറയാണ്, ഈ സ്ത്രീ പറയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞാനിത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കണം, ഈ ജാസി എന്ന് പറയുന്ന ചെറ്റ എന്തുമാത്രം ചെറ്റയായിരിക്കണം ഇവൻ. ഇതൊരു സ്ത്രീയാണ്. ഞാൻ വോയിസ് കേൾപ്പിച്ചത് ഒരു സ്ത്രീയാണ്. ഇവരെ കൊണ്ടാണ് സർജറി കഴിഞ്ഞ് ജാസി എന്നെ തുണി പൊക്കി കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഊപ്പാട് ജാസിനെ തെറിവിളിച്ചിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ പറയുന്നത് ജാസിയുടെ സുനാമണി അവിടെ തന്നെയുണ്ട്, മുറിച്ചു കളഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ പറയുന്നത്. എന്തിനാണ് തുടങ്ങിയത്? ജാസി തുണി പൊക്കി കാണിച്ചു എന്നും പറഞ്ഞിട്ട്. തുണി പൊക്കി കാണിച്ചാൽ എന്താ കാണുക? ആ സാധനം എന്നെ കാണിച്ചിട്ടില്ല എന്ന് ഇവര് തന്നെ പറയുന്നു. പിന്നെ ഏതാണ് ഞങ്ങൾ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ജാസിയുടെ സുനാമണി അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. പക്ഷെ ഇപ്പൊ ഇവര് പറയുന്നത് കാണിച്ചിട്ടില്ല. പിന്നെ ഇവരെന്താണ് കണ്ടത്? ഹെലൻ എന്താണ് കണ്ടത്? കണ്ടിട്ട് പ്രതികരിക്കൂ. ഞാൻ ജാസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ല. തുണി പൊക്കി കാണിച്ചെങ്കിൽ കറക്റ്റായിട്ട് പറയണം, കേൾക്കുന്ന ജനങ്ങൾക്കും കൂടി മനസ്സിലാവണം എന്താണ് അവിടെ കണ്ടത്. ഈ ഹെലൻ പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. ജാസി തുണി പൊക്കി കാണിച്ചപ്പോൾ ഇനി അണ്ടർവെയർ ധരിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഊഹിച്ചു പറഞ്ഞതാണോ? അല്ലെങ്കിൽ ജാസിയുടെ സുനാമണി ശരിക്കും ഹെലൻ കണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടെങ്കിൽ കണ്ടെന്ന് പറയണം, യെസ് ഓർ നോ. രണ്ട് തരത്തിൽ വർത്താനം പറയാൻ പാടില്ല. അത് കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് യെസ് ഓർ നോ പറയണം. മുറിച്ചു എന്ന് പറയുന്നു, പിന്നെ പറയുന്നു ഞാനൊന്നും കണ്ടില്ലെന്ന് പറയുന്നു. ഇതിലേതാണ് സത്യം? അപ്പൊ പിന്നെ എന്തിനാണ് ഹെലൻ ഇങ്ങനെ കിടന്നിട്ട് ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോരുത്തരും അവനവന് വായ തോന്നിയത് പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കുണ്ടനായ ജാസി ഇല്ലാത്ത ഗർഭം വെച്ചിട്ട് ഒന്ന് വൈറലാവാൻ നോക്കി. ഈ വൈറലായവർക്ക് പിന്നെയും വൈറലാവണം എന്ന ആഗ്രഹം വരുമ്പോൾ ഇതുപോലത്തെ കഥകളൊക്കെ പടച്ചു വിടും. ആണ് പ്രസവിക്കൂല എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു കാര്യത്തിനെയാണ് ജാസി തകർക്കാൻ ശ്രമിച്ചത്, പക്ഷെ വിജയിച്ചില്ല. ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഈ ഒരു സർജറി ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഹെലൻ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ, പക്ഷെ ഹെലൻ എന്താണ് കണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ഇനി മുറിച്ചിട്ടില്ല എന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് എന്നെ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഹെലൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് കണ്ടത്? കണ്ടെങ്കിൽ കണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്നും പറയണം. രണ്ട് തരത്തിൽ രണ്ടും കെട്ട വർത്താനം ഹെലൻ പറയരുത്. ആദ്യം പറയുന്നു കണ്ടു എന്ന്, അത് കഴിഞ്ഞിട്ട് സുനാമണി മുറിച്ചിട്ടില്ല എന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് എന്നെ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിലേതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഒന്ന് പറയോ?
അപ്പം ഇത് പറയാനാണ് വന്നത്. ഇത്ര നാളായിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ ഹൈപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഉദ്ദേശിച്ചതല്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തത്. അപ്പം കുണ്ടനും കൂടി കോലുകളി നടത്തിയാൽ ഗർഭമുണ്ടാവില്ല എന്ന് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. നമ്മളെല്ലാവരും ചോറാണ് തിന്നുന്നത്. കുണ്ടൻ ഇനി ഗർഭകഥ പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കിയാലും 10 മാസം വരെയല്ലേ കുണ്ടന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഗർഭം പുറത്തേക്ക് വരില്ലേ? ഇപ്പൊ 10 മാസവും വേണ്ട. അപ്പൊ കുണ്ടനൊന്ന് കിട്ടിയ ചാൻസ് റീച്ച് ആവാൻ നോക്കിയതാണ്. അതെന്തായാലും മാക്സിമം എല്ലാവരും എടുത്തിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്താണ് കണ്ടത്? അതാണ് ഞാനിപ്പോഴും ചോദിക്കുന്നത്. ഹെലൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണം.